ഒരു ഭരണമാറ്റത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തു നിന്ന് പുറത്തു വരുന്നത്. വോട്ടെണ്ണലിന് മുൻപേ തന്നെ അധികാരത്തിന്റെ കാറ്റ് എങ്ങോട്ടാണെന്ന് മണത്തറിയാൻ മിടുക്കുള്ളവരാണ് ഉന്നത ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് കണ്ണുവെച്ച് ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ കോൺഗ്രസ് നേതാക്കളെ സമീപിച്ചു എന്ന വാർത്ത കേവലം ഒരു വ്യക്തിപരമായ മോഹമല്ല, മറിച്ച് വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ കൃത്യമായ വിളംബരമാണ്. ഭരണമാറ്റം ഉണ്ടാകുമെന്നും UDF അധികാരത്തിൽ വരുമെന്നുമുള്ള ഉറച്ച വിശ്വാസം ഉദ്യോഗസ്ഥർക്കിടയിൽ പടർന്നു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണിത്. സാധാരണഗതിയിൽ രാഷ്ട്രീയ നിഷ്പക്ഷത പാലിക്കേണ്ട ഉദ്യോഗസ്ഥർ വോട്ടെടുപ്പ് കഴിഞ്ഞാലുടൻ പ്രതിപക്ഷ നേതാക്കളുടെ പിന്നാലെ കൂടുന്നത് ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ്. നിലവിലെ പോലീസ് മേധാവി രവത ചന്ദ്രശേഖറിന് ഇടത് സർക്കാർ കാലാവധി നീട്ടി നൽകിയിട്ടുണ്ടെങ്കിലും പുതിയ സർക്കാർ വന്നാൽ ആ തീരുമാനം പുനഃപരിശോധിക്കപ്പെടുമെന്ന് ഈ ഉദ്യോഗസ്ഥന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇടനിലക്കാർ വഴി VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും മാറി കണ്ട് താൻ കൂടെ ഉണ്ടാകും എന്ന് ഇയാൾ ഉറപ്പു നൽകുന്നത്. ഈ IPS ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനം അതിലേറെ കൗതുകകരവും ഭയാനകരവുമാണ്. പിണറായി സർക്കാർ തന്നെ ദ്രോഹിച്ചു, താൻ പോലീസ് ചീഫായാൽ എല്ലാത്തിനും പകരം ചോദിക്കാൻ ഒപ്പം നിൽക്കാം എന്നാണ് ഇയാളുടെ വാഗ്ദാനം. രാഷ്ട്രീയ യജമാനന്മാരെ പ്രീണിപ്പിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന ഉദ്യോഗസ്ഥ വൃന്ദം ജനാധിപത്യത്തിന് എത്രത്തോളം അപകടകരമാണെന്ന് ഇത് കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ ഒരേ സമയം സതീശനെയും ചെന്നിത്തലയെയും സ്വാധീനിക്കാൻ ശ്രമിച്ചത് തിരിച്ചടിയായതോടെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിലും ഈ അവസരവാദ നീക്കം ചർച്ചയായിട്ടുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ കേവലം പോലീസ് മേധാവിയിൽ മാത്രം ഒതുങ്ങില്ല ഈ അഴിച്ചുപണി. കഴിഞ്ഞ 10 വർഷമായി ഈ പോസ്റ്റുകളിൽ അടയിരിക്കുന്ന ഇടതുപക്ഷ അനുകൂലികളായ IAS, IPS ഉദ്യോഗസ്ഥരുടെ കസേരകൾ തെറിക്കുമെന്നത് ഉറപ്പാണ്. ചീഫ് സെക്രട്ടറി ജയതിലകിന് എതിരെ പോലും വകുപ്പ് തല നടപടികൾക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ ഭരണയന്ത്രം പൂർണ്ണമായും അഴിച്ചുപണിയപ്പെടുമെന്നതിന്റെ സൂചനയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP, IG-മാർ, DIG-മാർ എന്നിവരെ എല്ലാം മാറ്റി പ്രതിപക്ഷത്തിന്റെ പ്രക്ഷോഭങ്ങളെ നേരിടാൻ പ്രാപ്തിയുള്ള കോൺഗ്രസ് വിശ്വാസത്തിലെടുക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കുക എന്നത് പുതിയ സർക്കാരിന്റെ വലിയ ടാസ്ക് ആയിരിക്കും. മറ്റൊരു പ്രധാന വശം, ഡെപ്യൂട്ടേഷനിൽ പോയ പല ഉദ്യോഗസ്ഥരും മടങ്ങി വരാൻ ശ്രമിക്കുന്നു എന്നതാണ്. P. ശശിയുടെ കീഴിലുള്ള പോലീസ് സംവിധാനത്തിൽ മനമെടുത്തു പുറത്തുപോയവരും ഇടതുപക്ഷത്തിന്റെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ടവരും തിരിച്ചു വരാൻ തയ്യാറെടുക്കുന്നത് കോൺഗ്രസ് വിജയം ഉറപ്പാണെന്ന തോന്നലുള്ളതുകൊണ്ടാണ്. ഭരണം മാറിയാൽ തങ്ങളെ ദ്രോഹിക്കുന്നവർ അർഹമായ പണി തിരിച്ചു നൽകാൻ ഈ ഉദ്യോഗസ്ഥരും കാത്തിരിക്കുകയാണ്. ചുരുക്കത്തിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന ആത്മവിശ്വാസം നേതാക്കളെക്കാൾ കൂടുതൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കിടയിലാണ് പ്രകടമാകുന്നത്. മുഖ്യമന്ത്രി പദത്തിനായി രമേശ് ചെന്നിത്തലയും VD സതീശനും ഒരുപക്ഷെ ഹൈക്കമാൻഡ് ഇടപെട്ടാൽ KC വേണുഗോപാലും പരിഗണിക്കപ്പെട്ടേക്കാം. വന്നാലും ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുമെന്നതും ഉദ്യോഗസ്ഥരുടെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്നുമുണ്ട്. സെക്രട്ടേറിയറ്റ് മുതൽ പോലീസ് സ്റ്റേഷൻ വരെ നീളുന്ന ഈ വൻ അഴിച്ചുപണി കേരളത്തിന്റെ ഭരണ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നത് ഉറപ്പാണ്. അധികാരം മാറുമ്പോൾ ഉദ്യോഗസ്ഥർ മറുകണ്ഠം ചാടുന്നത് സ്വാഭാവികമാണെങ്കിലും ഇത് ഇത്ര പരസ്യമായി നടത്തുന്നത് വരാനിരിക്കുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ മുന്നോടിയായിട്ടാണ്.